കേരളമൊട്ടാകെ വിലക്കുറവിന്റെ വിസ്മയം തീർത്ത് കിലോ ബസാർ ഇനി വടക്കാഞ്ചേരിയിലും. വീട് പണിയുന്നവർക്കിനി ആശ്വസിക്കാം. ക്വാളിറ്റി ചെക്ക് കഴിഞ്ഞ ബ്രാൻഡഡ് ബാത്റൂം ഫിറ്റിംഗ്സും കിച്ചൺ ഫിറ്റിംഗ്സും മാർക്കറ്റിൽ കിട്ടുന്നതിലും പകുതി വിലയിൽ. കിലോ ബസാർ വടക്കാഞ്ചേരി, നിയർ ബ്ലോക്ക് ഓഫീസ് അകമല. കോൺടാക്ട് 9037921329. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൽ LDFന് വോട്ട് ചെയ്ത UDFിലെ ജാഫർ മാഷിന്റെ രാജിയോടെ വിവാദങ്ങൾ പുതിയ തലത്തിലേക്ക്. തനിക്ക് പണം ലഭിച്ചിട്ടില്ലെന്ന ജാഫറിന്റെ വാദം അവിശ്വസനീയമാണെന്നും വോട്ടെടുപ്പിന് ശേഷം CPM നേതാക്കൾക്കൊപ്പം ജാഫർ പ്രകടിപ്പിച്ച സന്തോഷം ഇതിന് തെളിവാണെന്നും UDF ആരോപിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് വോട്ട് ചെയ്ത ജാഫർ മാഷിന് CPM ലക്ഷങ്ങൾ വാഗ്ദാനം നൽകിയതായി വരവൂർ UDF മണ്ഡലം കമ്മിറ്റി ആരോപിച്ചു. പണം വാങ്ങിയിട്ടില്ലെന്ന ജാഫറിന്റെ വിശദീകരണം വിശ്വസിക്കുവാൻ പറ്റാത്ത കാര്യമാണെന്ന് വരവൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് AA മുസ്തഫ പറഞ്ഞു. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ജാഫർ CPMകാർക്ക് കൈകൊടുത്ത് സന്തോഷം പങ്കിട്ടത് പണം ലഭിച്ചതുകൊണ്ടാണെന്നും അല്ലാത്തപക്ഷം ഇക്കാര്യം തെളിയിക്കാൻ CPM തയ്യാറാകണമെന്നും മുസ്തഫ ആവശ്യപ്പെട്ടു. വടക്കാഞ്ചേരി ബ്ലോക്ക് വരവൂര് ഡിവിഷനിൽ നിന്നും വിജയിച്ച് രാജിവെച്ച ജാഫർ ഇന്നലെ പറയുകയുണ്ടായി, ഞാൻ ഒരു രൂപ പോലും വാങ്ങിയിട്ടില്ല എന്നുള്ള കാര്യം. പക്ഷെ അത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ്. കാരണം ഒരുപാട് വോയിസുകളും കാര്യങ്ങളും തെളിവുകളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ദിവസം, കഴിഞ്ഞ ദിവസം CPMൻ്റെ ഒരു നേതാവ് ജാഫറിനെ വിളിച്ച് പറയുകയാണ്, ജാഫർ എനിക്ക് എന്തെങ്കിലും അവിടെ ബുദ്ധിമുട്ടുണ്ടോ, അവിടെ ഒരു പ്രകടനമൊക്കെ നടക്കുന്നുണ്ട്, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അറിയിക്കണം കേട്ടോ എന്നുള്ളത്. എന്തിനാണ് ആ ഒരു CPMൻ്റെ നേതാവ് അങ്ങനെ പറയുന്നത്? അതുപോലെ തന്നെ ഇവൻ പല ആളുകളോടും എനിക്ക് 50 ലക്ഷം രൂപ ഓഫറുണ്ട്, അതല്ലെങ്കിൽ ബ്ലോക്ക് പ്രസിഡന്റ് ആവാൻ എനിക്ക് ഓഫറുണ്ട് എന്നുള്ളത് ഇവൻ ഒരുപാട് ആളുകളോട് പറഞ്ഞിരുന്ന തെളിവുകളുണ്ട്. പക്ഷെ അന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചത് ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് പോലും ഇവ മാറുന്നില്ലല്ലോ എന്നുള്ളൊരു ഇത് അറിയിക്കാൻ വേണ്ടിയിട്ട് വെറുതെ പറയുന്നതാണ് അന്ന് ഞങ്ങൾ വിചാരിച്ചത്. കാരണം ഈ തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം 7 ബ്ലോക്ക് മെമ്പറുമായി ഒരുമിച്ചിരുന്ന് രാത്രി 8 മണിക്കാണ് ഷാനവാസ് ജാഫർ വീട്ടിൽ കാക്കുന്നത്. അതുപോലെ തന്നെ വോട്ടിൻ്റെ അന്ന് ഒരുമിച്ച് ഇരുന്നിട്ട് അത്രയും ഒരു ബന്ധം നടത്തി പോകുമ്പോൾ ഇങ്ങനൊരു ചതി അവൻ്റെ ഉള്ളിൽ ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അതറിയാം, ആ വോട്ട് ചെയ്ത് വരുമ്പോൾ അവൻ്റെ ഒരു സന്തോഷവും CPMൻ്റെ ബ്ലോക്ക് മെമ്പർക്ക് കയ്യൊക്കെ കൊടുത്ത് വരുന്ന ഒരു ഭാഗം കണ്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. അപ്പം അതുകൊണ്ട് എനിക്ക് അതായത് ഞങ്ങൾക്ക് ഇവിടെ പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, ഇവിടെ അത് അങ്ങനെയല്ല എന്ന് ഇനി CPMകാർ തെളിയിക്കണം. കാരണം ജാഫർ ഇങ്ങനെ പറഞ്ഞ കാര്യവും ഈ CPMൻ്റെ നേതാവ് എന്തിനാണ് ഇങ്ങനെ പറഞ്ഞത് എന്നുള്ളതും നിങ്ങൾ തെളിയിക്കണം. അതല്ല എങ്കിൽ ഒരു ദിവസം പോലും ബ്ലോക്ക് പ്രസിഡൻ്റായിട്ട് ആ കസാലയിൽ ഇരിക്കാൻ ഒരു യോഗ്യതയില്ല. ഒരു വെല്ലുവിളി പോലെ ഞങ്ങൾ പറയുകയാണ്, ധൈര്യമുണ്ടെങ്കിൽ രാജിവെച്ച് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറാണെങ്കിൽ ജനങ്ങളിൽ ഇതിൽ വിധി എഴുതും. അതല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് അങ്ങനെ ഒന്നില്ല എങ്കിൽ ജാഫർ 50 ലക്ഷം രൂപ CPM ഓഫർ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞത് നിങ്ങൾ അവനോട് തെളിയിക്കണം. അതേസമയം കൂറുമാറ്റം നടന്ന 48 മണിക്കൂറിനുള്ളിൽ തന്നെ ജാഫറിനെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കുകയും രാജിവെപ്പിക്കുകയും സാധിച്ചത് മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ വിജയമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സലീം അൻവരിയും സെക്രട്ടറി TM അയ്യൂബും വ്യക്തമാക്കി. ജാഫറിന്റെ ഭാഗത്തുനിന്ന് വന്ന തെറ്റിന്റെ ഭാഗമായി വലിയ ഒരു നാണക്കേടിനെ അഭിമുഖീകരിക്കുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ധാർമ്മികത രാഷ്ട്രീയത്തിൽ നിന്ന് നഷ്ടപ്പെടാൻ പാടില്ല എന്ന ഉറച്ച ബോധ്യത്തോടു കൂടെ തന്നെ 48 മണിക്കൂറിൻ്റെ ഉള്ളിൽ പാർട്ടി നടപടിയും അതിലപ്പുറം പൊതുസമൂഹത്തിനോട്, ജനങ്ങളോട്, ഞങ്ങൾക്ക് വോട്ട് ചെയ്ത ഞങ്ങളുടെ മുന്നണിയെ വിജയിപ്പിച്ച നല്ലവരായ നാട്ടുകാരോട് ധാർമ്മികമായ ബാധ്യതയുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ 48 മണിക്കൂറിൻ്റെ ഉള്ളിൽ ജാഫർ മാഷിനെ കൊണ്ട് ബ്ലോക്ക് മെമ്പർ സ്ഥാനം രാജിവെപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ ആത്മാഭിമാനമായി ഞങ്ങൾക്ക് തോന്നുകയാണ്. രാഷ്ട്രീയത്തിൽ ഒരിക്കലും ധാർമ്മിക മൂല്യങ്ങൾ നഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ളതും നല്ലവരായ ജനങ്ങളോട് കടപ്പാടുകൾ ഉള്ളവരാകണം രാഷ്ട്രീയക്കാർ എന്നും തികഞ്ഞ ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ആ രാജി വാങ്ങിക്കാനും സമൂഹത്തിനോട് ആ കാര്യത്തിൽ മാപ്പ് പറയാനും ജാഫറിനെ കൊണ്ട് ഞങ്ങൾ ഇടപെടലുകൾ നടത്തുകയുണ്ടായി. ജാഫറിനെതിരെ പ്രതിഷേധം കത്തുന്നതിനിടെ
CPM നേതാവ് ജാഫറിന് പിന്തുണയുമായി വാട്സാപ്പിൽ വോയിസ് മെസ്സേജ് അയച്ചതും വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. UDF വോട്ടർമാരെ വഞ്ചിച്ച നടപടിയെ ജനം ചോദ്യം ചെയ്തതോടെയാണ് രാജി എന്ന തീരുമാനത്തിലേക്കെത്താൻ ജാഫർ നിർബന്ധിതനായത്.